ഹലോ, ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ രാവിലെയുള്ള സമയം നിങ്ങൾ ക്ലോക്കിൽ കണ്ടാൽ ഇത്ര ലേറ്റായെന്ന് വിചാരിക്കേണ്ട. 8:30 ഉറക്കം എഴുന്നേൽക്കുന്ന ആളാണ്. ഞാൻ റെഡി ആയി പോകാൻ പോവാണ്. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ദോശയും സാമ്പാറും ആയിരുന്നു. സാമ്പാറൊന്നും കാണാൻ ഭംഗിയില്ല, ഇത് രണ്ടും വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആകുന്ന വേറൊന്നുമല്ല, എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ട്. ഇനിയിപ്പം ഈസ്റ്റർ ബർത്ത്ഡേ ഒക്കെ വരുന്നു. സോ അതിന് മുമ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് പൊതുവേ ചെയ്യുന്ന ഇങ്ങനെയാണ്. ജസ്റ്റ് സ്കിൻ കെയർ ചെയ്യും, ദെൻ ഐബ്രോ വരയ്ക്കും. ലിപ്സ്റ്റിക്ക് ഇട്ടാലായി, ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ ആദ്യമായിട്ടില്ല കുറേ നാളിന് ശേഷം പൊട്ട് വെച്ചിട്ട് അതിൻ്റെ ഭംഗി എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ നോക്കുകയാണ് വെക്കണോ വേണ്ടെന്ന്, പിന്നെ വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഹെയർ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നേ ഉള്ളൂ, സ്ഥിരം ചെയ്യുന്ന പോലെ. ഈ വാച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ബസ് കാത്ത് നിന്ന് ഇത് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടി. പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ക്യാൻറ്റീനിൽ പോയി കാട്ടാക്കട ഈ KSRTC ക്യാൻറ്റീനില്ല, അവിടെ നിന്ന് ഒരു ഉഴുന്നുവടയും ഒരു കട്ടനും കുടിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്കൊരു തൊപ്പി വാങ്ങിക്കണമായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കുക ഒരു കാര്യം. ഇത് ലോട്ടറി കട ഇടയ്ക്കിടയ്ക്ക് അവിടെ അപ്രത്യക്ഷമാണ് എൻ്റെ കൂടെ വരുന്ന ആൾ. അപ്പോൾ കാട്ടാക്കട ഉത്സവമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം കോളേജ് റോഡിലുള്ള സ്റ്റെപ്പ് ലൈൻ എന്ന് പറയുന്ന കടയിൽ കയറി തൊപ്പി വാങ്ങിക്കാൻ കയറിയതാണ്. കാരണം എൻ്റെ കയ്യിൽ എപ്പോഴും തൊപ്പി കാണുമായിരുന്നു പൊതുവെ. അപ്പോൾ ഇപ്പോൾ കുരിശുമലയിൽ പോകാൻ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് തൊപ്പി വാങ്ങിക്കാൻ കയറിയത്. ഞാൻ പൊതുവേ വെയിലത്തും പിന്നെ മഴ സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും തൊപ്പി വയ്ക്കുന്ന ആളായതുകൊണ്ട് എപ്പോഴും തൊപ്പിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലില്ല. സോ ഒരു ബ്രൗൺ എടുത്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റിൽ നിന്ന് തൊട്ട് മുമ്പ് കാണിച്ചത് കേട്ടോ. പിന്നെ വിസ്മയ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ ടോബ്ലറോണിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തു. ഇത് കയ്പ്പാന്ന് ആവണി പറഞ്ഞിട്ട് ട്രൈ ചെയ്യാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ വിസ്മയിലുള്ള ബാക്കി പലചരക്ക് സാധനങ്ങൾ, പ്രഥമനുള്ള ഐറ്റം ഒക്കെ വാങ്ങിച്ചു. ഞാൻ വയ്ക്കുന്ന പ്രഥമൻ ഇഷ്ടമാണ്. ഞാൻ വയ്ക്കുന്നതിൽ എനിക്കിഷ്ടമുള്ള ഫുഡ് ഒന്ന് പ്രഥമനാണ്. അപ്പോൾ പാലട വയ്ക്കാമെന്ന് വിചാരിച്ചു, കാരണം അതാണല്ലോ ഇച്ചിരി ഒന്ന് ഈസി. പിന്നെ തേയിലപ്പൊടി വാങ്ങിക്കാനുണ്ടെന്ന് തോന്നുന്നു. തേയിലപ്പൊടി ഞാനാണ് സ്വയം വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് നോക്കി ടീ പൗഡർ എന്നുള്ളത് വാങ്ങിച്ചേനെ. ഇതാണ് മണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലുള്ളവർ വാങ്ങിക്കുന്ന ഇതാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഈ ചോളപ്പൊരി വാങ്ങിക്കലുണ്ട് ഈ ബ്രാൻഡിൻ്റെ. പിന്നെ ഒരു ക്രസൻ്റ് എടുത്തു. ഈ ക്രസൻ്റ് അങ്ങനെ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഓക്കെ എന്ന് പറയാൻ പോലും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് മുറുക്കിൻ്റെ വില നോക്കിയത് ഡാഡിക്ക് വേണ്ടിയിട്ട്. പിന്നെ വീട്ടിലത്തേക്ക് സോപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ സോപ്പ് അങ്ങനെ യൂസ് ചെയ്യത്തില്ല. ഇത് കൊള്ളാം കേട്ടോ. ഈ ക്യുട്ടിക്കുരുടെ റോസിൻ്റെ മണമുള്ളത് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചിട്ട് അത് ഇങ്ങനെ നമ്മൾ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ ചീനിക്കിഴങ്ങ് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ചീനിക്കിഴങ്ങ് മീൻസ് സ്വീറ്റ് പൊട്ടറ്റോ, അത് ഞാൻ വാങ്ങിക്കുന്നതിന് കാരണം ഡയറ്റ് ആയതുകൊണ്ടാണ്. അതിനുശേഷം സാധനങ്ങളും ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ കാട്ടാക്കട കാർത്തിക ബേക്കറിയില്ലേ, നിഖിലിൻ്റെ ബേക്കറി, അവിടെ വന്നിട്ട് ഒരു കട്ട്ലറ്റും ഒരു ലെമൺ ജ്യൂസ് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഒരുപാട് ചിരിക്കുന്നത്. മീൻസ് നോർമലി എൻ്റെ ഫേസ് എപ്പോഴും ഒരു റൂഡായിട്ട് തോന്നും. അത് ഞാൻ റൂഡ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരിക്കും, ഞാൻ വെറുതെ നിൽക്കത്തില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ ഫേസിലൊരു ഗൗരവഭാവം കാണും. അപ്പോൾ കംഫർട്ടബിളായിട്ട് മിണ്ടുന്ന ആൾക്കാരുടെ അടുത്ത് നന്നായിട്ട് ചിരിക്കുകയും ചെയ്യും. രണ്ട് എക്സ്ട്രീം പോലെ ആയിരിക്കും എന്നെ എപ്പോഴും തോന്നുന്നത് കാണുമ്പോഴത്തേക്ക്. പിന്നെ ന്യൂട്രലും കാണലുണ്ട്, ജസ്റ്റ് നമ്മൾ ഹൈ ബൈ മിണ്ടുന്ന ആൾക്കാരുടെ അടുത്ത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു കൊറിയർ ഇരുന്നു. ഞാനിപ്പോൾ വിചാരിക്കുന്നു അണ്ടർ 200 എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തുടങ്ങണം, മന്ത്ലി ഒരു ടോപ്പിക്ക് വെച്ചിട്ട്. അപ്പോൾ 200 താഴെയുള്ള പ്രൊഡക്റ്റ് ഒരു കാറ്റഗറി എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഫൗണ്ടേഷനാണ് ഈ മന്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് പൊട്ടിക്കാതെ എനിക്കിനി സമാധാനമില്ല. എന്നിട്ട് ഞാൻ പ്രോഡക്റ്റ് വരെ നോക്കുന്നുള്ളൂ, കണ്ടോ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ പൊട്ടിച്ച് എടുത്ത് നോക്കി. ഇനി ലോങ് വീഡിയോ ഓരോന്നായിട്ട് ട്രൈ ചെയ്യുന്നതൊക്കെ ഷൂട്ട് ചെയ്യണമല്ലോ. സോ എപ്പോൾ ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ മാസം ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ലഞ്ച് കഴിച്ചു. ചോറ്, പയറുതോരൻ, പൊരിച്ചമീൻ, സാമ്പാറായിരുന്നു. ദെൻ നമ്മൾ പ്രഥമൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വിസ്മയൻ ഇങ്ങനെ പാക്കറ്റിൽ കിട്ടും. അട മിക്കവാറും അവിടെ കാണലുണ്ട്. അതിൽ എല്ലാ വട്ടവും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോഴൊക്കെ അത് അത്ര കുളത്തിലായിരിക്കും. പക്ഷേ ഇന്നത്തെ നല്ലതായിരുന്നു, അത് കുടിക്കുന്നുണ്ട്. ദെൻ അടുത്ത പരിപാടി, ഞാൻ വന്നിട്ട് മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറിയിരുന്നു, കണ്ടല്ലോ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി ഒരു വീഡിയോ ഷൂട്ടിംഗ് ആണ്. വീഡിയോ ഷൂട്ടിംഗ് മീൻസ് എനിക്കൊരു ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്യണം. സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ പോയ പ്രോഡക്റ്റുകൾ ഞാൻ അന്ന് വന്നിട്ട് അത് ഷൂട്ട് ചെയ്തില്ല, കാരണം അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് വിചാരിച്ചിട്ട് ലോങ് വീഡിയോ ആയിപ്പോയിരുന്നു. സോ ഞാൻ വിചാരിച്ചില്ല അതിൻ്റെ അകത്ത് ഈ ഹോളും കൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. സോ ഹോൾ ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ടായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പാലറ്റ് നല്ലതാണ് കേട്ടോ. ഞാൻ അന്ന് കാണിച്ചൊരു ഷോർട്ട് വീഡിയോ ഇട്ടില്ല, അതൊരു കൊളാബറേഷൻ വീഡിയോ ആയിരുന്നു. ബാർട്ടർ കൊളാബറേഷൻ നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ആ പ്രോഡക്റ്റ് നല്ല തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഈ കൊളാബറേഷനൊക്കെ കിട്ടി പറയുന്നത് പെയ്ഡ് കൊളാബറേഷനൊക്കെ നമ്മൾ വെറുതെ പറയുന്നതായിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തപ്പോൾ വേറെ പ്രോഡക്റ്റിൻ്റെ നെഗറ്റീവ് പറയുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ബ്രാൻഡുമായിട്ട് അടിയായിട്ടുള്ള ആളാണ് ഞാൻ. അത്രയും ചെറിയ സബ്സ്ക്രൈബേഴ്സിലുള്ള ടൈമിൽ വരെ ഞാൻ
ആ കാര്യത്തിൽ ഞാൻ ഉറച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് ട്രൈ ചെയ്തിട്ട് എന്ത് തോന്നുന്നത് അതേ ഞാൻ പറയുള്ളൂ എന്ന്. സോ ഞാനിങ്ങനെ ചെയ്യുന്ന വീഡിയോയിൽ അത് പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ അല്ലാണ്ട് ബ്രാൻഡ് സൂചിപ്പിക്കാനൊന്നും പറയാറില്ല. അപ്പോൾ ഈ കമ്മൽ എനിക്ക് ഇഷ്ടമായി, ഞാൻ ട്രൈ ചെയ്ത് നോക്കി ആദ്യമായിട്ടാണ്. ഇത് പുറകിൽ വലിയ ഉണ്ടയും ഫ്രണ്ടിൽ ചെറിയ ഉണ്ടയും വരുന്ന കമ്മലാണ്. പിന്നെ അടുത്ത് ഹെയർ സ്റ്റൈൽ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഡ്രസ്സിന് മാച്ചിന് ഒരു ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ ആ ക്ലിപ്പിന് അങ്ങ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഇത് ഏത് ഡ്രാമ, മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ, ആ ഡ്രാമ കണ്ടിട്ടാണ് ഞാൻ ഈ ഹെയർ സ്റ്റൈൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ഇൻട്രോ കൊടുക്കാമെന്നുള്ള രീതി ഞാൻ പല ഭാവത്തിലും പല രൂപത്തിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുവാണ്. ദെൻ വീഡിയോ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റായിട്ട് കിട്ടിയ ക്ലിപ്പായിരുന്നു കേട്ടോ ഇത്. അതിനുശേഷം വീഡിയോ കഴിഞ്ഞിട്ട് ഹെയർ ക്ലിപ്പും പിന്നെ നമ്മുടെ ഇയറിങ്സും ഒക്കെ ഊരി മാറ്റിയിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബെല്ലയുടെ കോട്ടൺ പാഡ് ഇപ്പോൾ കാണിച്ചില്ല, അത് 139 രൂപയാണ് 70 പാഡിന്. ഈ സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചത് 100 പാഡിന് 79 രൂപയുള്ളൂ. സോ നല്ല ലാഭമാണ്, സ്റ്റുഡിയോ ലാഭമാണ്. പക്ഷേ എനിക്ക് കോട്ടൺ പാഡ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ലാഭമായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ അത് ഞാൻ തുറന്ന് നോക്കിയിട്ട് ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തത് മിസെല്ലാർ വാട്ടറാണ്, ഗാർണിയറിൻ്റെ. അത് വെച്ചിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നോർമൽ മൈൽഡ് ഷാമ്പു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്യത്തില്ല, ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഫുൾ ഫേസ് വാഷ് ചെയ്ത് വന്ന ശേഷം ജസ്റ്റ് ഒരു സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഇതൊരു ടോണറാണ്, ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ മറന്നു, വോവിൻ്റെ ഒരു സൈഡ് ബ്രാൻഡ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഒരു ഓയിലി ആഗ്നേ പ്രോൺ സ്കിന്നിന് ചേരുന്നതാണ്. ഇച്ചിരി ഒരു നീറ്റലുണ്ട് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ നമുക്ക് ഓക്കെ ആയിട്ട് യൂസ് ചെയ്യാം, നല്ലതാണ്. വോവല്ല, എക്സലൻ്റ് അല്ല. അപ്പോൾ ഡിന്നറിന് ഞാൻ കഴിക്കുന്ന 2 ക്യാരറ്റ്, പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച സെയിം സാധനം. വെളിയിൽ നോക്കി അറിയാൻ പറ്റും, വെളിയിൽ ഈ സൂര്യനൊന്നും അസ്തമിച്ചിട്ടില്ല. എൻ്റെ ഡിന്നർ ടൈം 6 അറിയാൻ തോന്നുന്നു. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് സ്റ്റിൽ. പിന്നെ ചോറ് കഴിച്ച ശേഷം പിന്നെ പ്രഥമൻ ബാക്കി ഇരുന്നില്ലേ 2 പിന്നെ അടുത്തടുത്തൊന്നല്ലേ, അത് ഞാൻ കുടിക്കുന്നുണ്ട്. ദെൻ അടുത്തുള്ള പരിപാടി ഇതുപോലെ 2 സെറ്റ് തുണി ഒരു ലോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ മടക്കി വയ്ക്കണം. ഒരു അരമണിക്കൂർ നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. ഞാൻ എപ്പോഴും ഡ്രസ്സ് വാഷ് ചെയ്ത് ഞാൻ മിക്കവാറും അപ്പോൾ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യും. ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് ഞാൻ അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യത്തില്ലേ, മേല് കഴുകിയിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട്, അപ്പോൾ തന്നെ ഞാൻ ആ ഡ്രസ്സ് അങ്ങ് വാഷ് ചെയ്യലാണ് പതിവ്. അല്ലെങ്കിൽ ആ ഡ്രസ്സിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും കെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് പിന്നെ സമയം കിട്ടുമ്പോൾ കഴുകുന്നതായിരിക്കും. സോ എനിക്ക് എപ്പോഴും വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കിയ ഡ്രസ്സുകൾ ഇഷ്ടംപോലെ കാണും. മടക്കി വെക്കുന്ന കാര്യത്തിൽ ഞാൻ ഇത്തിരി സ്ലോ ആണ്. പിന്നെ സ്കാൽപ്പ് ഒന്ന് സ്ക്രബ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഒരു സ്ക്രബും ഇല്ലായിരുന്നു. സോ ഞാൻ അല്പം പഞ്ചസാരയും ഷാമ്പൂ മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്യുകയാണ്. ആ പാത്രം കറുത്തതിന് കാരണം ഞാൻ തന്നെയാണ്. അതിൽ ഞാൻ എണ്ണ ചൂടാക്കി തലയിൽ തേക്കാൻ വേണ്ടി. സോ അത് കറുത്തുപോയി. പിന്നെ കുളിച്ച് വന്ന ശേഷം ഈ ഡോട്ടൻ ഗീയുടെ റെറ്റിനോൾ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ക്രീമാണ് ഇത്. എനിക്കും ആദ്യം യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഒരാഴ്ചയൊക്കെ പർജിങ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ പർജിങ് ഉണ്ടാകുമെന്ന് അറിയുന്നതുകൊണ്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ സ്കിന്നുമായിട്ട് സ്യൂട്ടബിളായി, എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്. ഈ ലിപ്പാമില്ലേ, ഫിക്സ് ഡെർമയുടെ ലിപ്പം എവിടെ പോയി കുറച്ച് പിന്നെ കണ്ടുപിടിച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അത് തുടച്ചില്ലെങ്കിൽ സമാധാനമില്ല. അത് നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടം. ഞാനിപ്പോൾ ഈ അടുത്താൽ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ എർത്രദത്തിൻ്റെ ഹെയർ ബട്ടറില്ലേ, ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ. എന്നാൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ലീവിനായിട്ട് ട്രൈ ചെയ്തപ്പോഴത്തേക്കുണ്ട്, ലീവിനായിട്ട് ഇട്ടപ്പോഴത്തേനുമാണ്. പക്ഷേ ഇത് ഡ്രൈ ഹെയറിന് സൂപ്പർ എന്നോ വോവെന്നോ ഗുഡ് എന്നോ പോലും പറയാൻ പറ്റിയ പ്രൊഡക്റ്റ് അല്ല. സോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നതാണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞ് ടാറ്റാ ബൈ.